വടക്കൻ പാട്ടിന്റെ ഈരടികളാൽ ചുവന്നുകൊടുത്ത ഒരു മണ്ണ്, എതിരിട്ടവരോട് ചുരുക്കത്തലപ്പ് കൊണ്ട് മറുപടി പറഞ്ഞ ഒരു മണ്ണ്. അതാണ് വടകര. വീരഗാഥകളുടെയും പൈതൃകത്തിന്റെയും കഥ, കാലത്തിന്റെ കരിങ്കല്ലിൽ കൊത്തിവെച്ച പോരാട്ടങ്ങളുടെ കഥയാണ് കടത്തനാടിന് പറയുവാനുള്ളത്. അറബിക്കടലിന്റെ തീരത്ത് മലനിരകൾക്കും പുഴകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ചരിത്രത്തിൽ കടത്തനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കളരിയുടെയും വടക്കൻ പാട്ടുകളുടെയും ഈറ്റില്ലം. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ വടകരയെ അടയാളപ്പെടുത്തിയത് ഇവിടുത്തെ കളരിപ്പയറ്റ സംസ്കാരമാണ്. തുളുനാടൻ കളരിയുടെ കരുത്തും തനിമയും വടകരയുടെ മണ്ണിൽ വേരോടി. ലോകനാർക്കാവിലെ ആൾത്തറയിൽ നിന്നും പുറപ്പെട്ട് പൊന്നിയം പടക്കളം വരെ നീണ്ട ഒതേനന്റെ വീരഗാഥകൾ ഇന്നും വടകരയുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. അങ്കത്തട്ടിൽ പുരുഷന്മാരോട് പൊരുതി ജയിച്ച ഉണ്ണിയാർച്ചയും ആരോമൽ ചേകവരും ഈ നാടിന്റെ ഐതിഹ്യങ്ങളല്ല, മറിച്ച് പോരാട്ട വീര്യത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ്. ഭാരതത്തിന്റെ നാവിക സിംഹം കുഞ്ഞാലി മരക്കാരെ പരാമർശിക്കാതെ വടകരയുടെ ചരിത്രം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. വിദേശാധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ സമുദ്രതീരത്ത് നടന്ന ആദ്യത്തെ സംഘടിത പ്രതിരോധമായിരുന്നു മരക്കാർമാരുടേത്. കോട്ടക്കൽ പൊടിയുടെ തീരത്ത് മരക്കാർമാർ നിർമ്മിച്ച കോട്ട പോർച്ചുഗീസ് പടയെ വിറപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്ന മരക്കാർമാർ വടകരയുടെ തീരങ്ങളെ വൈദേശിക ശക്തികളിൽ നിന്ന് സംരക്ഷിച്ച അജയ്യരായ പോരാളികളായിരുന്നു. പുറമേരി ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന കടത്തനാട് രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം. കോലത്തുനാടിന്റെ തെക്കിയറ്റമായിരുന്നു ഇത്. സാഹിത്യത്തിനും കലയ്ക്കും വലിയ പ്രോത്സാഹനം നൽകിയവരായിരുന്നു ഇവർ. കടത്തനാട് രാജാക്കന്മാരുടെ ഭരണകാലത്താണ് വടകര ഒരു വാണിജ്യ നഗരമെന്ന നിലയിൽ വികസിക്കുവാൻ തുടങ്ങിയത്. വടക്കൻ ഗ്രാമങ്ങളുടെ കര എന്നതിൽ നിന്നാണ് വടകര എന്ന പേരുണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പുരാതന കാലം മുതൽക്കേ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് വടകര പ്രശസ്തമായിരുന്നു. മൂരാട് പുഴയും കടലും ചേരുന്ന ഭൂപ്രകൃതി വടകരയെ ഒരു പ്രധാന തുറമുഖമാക്കി മാറ്റി. അറബ് വ്യാപാരികളുമായുള്ള സമ്പർക്കം ഇവിടുത്തെ ഭക്ഷണത്തിലും ഭാഷയിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വടകര വലിയങ്ങാടി ഇന്നും ആ പഴയകാല വാണിജ്യ പാരമ്പര്യത്തിന്റെ സ്മരണകൾ പീറുന്നുണ്ട്. ഒതേനന്റെ പരദേവതാ ക്ഷേത്രമായ ലോകനാർക്കാവ് ക്ഷേത്രം വടകരയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഇവിടുത്തെ പൂരവും തച്ചോളിക്കളി എന്ന അനുഷ്ഠാന കലയും ചരിത്രത്തിന്റെ ഭാഗവുമാണ്. 600 വർഷത്തോളം പഴക്കമുള്ള വടകര താഴിയങ്ങാടിയുള്ള ജുമാ മസ്ജിദും ഈ പട്ടണത്തിന് ഏറെ മാറ്റുകൂട്ടുന്ന ഒന്നുകൂടിയാണ്. പള്ളികളും ക്ഷേത്രങ്ങളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വടകര മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ്. ഞാൻ മിസ്റ്റർ പുഴക്കര. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.